3 തവണ കാലാവധി പൂർത്തിയാക്കി CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി മോഹനൻ പടിയിറങ്ങുമ്പോൾ CPMന്റെ തലപ്പത്തേക്ക് ആര് വരുമെന്ന ചർച്ചകൾ സജീവമാകുന്നു. ഡിസംബറിൽ വടകരയിൽ വച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകും. നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ A. പ്രദീപ് കുമാർ, ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ M. മെഹബൂബ് എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിൽ ഉള്ളത്. CPM ലോക്കൽ സമ്മേളനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം തുടക്കമായി. 2012 കോഴിക്കോട്ട് ചേർന്ന 20ാം പാർട്ടി കോൺഗ്രസാണ് 3 തവണയെന്ന നിബന്ധന കൊണ്ടുവന്നത്. 2015 വടകരയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് TP രാമകൃഷ്ണൻ 3 തവണ കാലാവധി പൂർത്തിയാക്കി പി മോഹനനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. വീണ്ടും ഒരു ജില്ലാ സമ്മേളനം വടകരയിൽ ചേരുമ്പോൾ പി മോഹനൻ പടിയിറങ്ങുകയാണ് എന്നത് യാദൃച്ഛികം. ജില്ലയിലെ പാർട്ടിക്ക് മികച്ച വിജയങ്ങൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നൽകിയ പി മോഹനന് പക്ഷേ സെക്രട്ടറി പദവിയിലെ അവസാന മാസങ്ങൾ വിവാദങ്ങളാൽ നിറഞ്ഞതായിരുന്നു. PSC കോഴ വിവാദം ജില്ലയിലെ പാർട്ടിയെ മാത്രമല്ല സമ്മർദ്ദത്തിലാക്കിയത്. സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയായി. നവംബർ മുതൽ ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കമാകും. ജില്ലയിൽ 16 ഏരിയ കമ്മിറ്റികളാണുള്ളത്. കഴിഞ്ഞ 20 വർഷങ്ങളായി ജില്ലയിലെ സെക്രട്ടറിമാർ പേരാമ്പ്ര, കുറ്റ്യാടി പ്രദേശങ്ങളിൽ നിന്നാണ്. VV ദക്ഷിണാമൂർത്തിയും TP രാമകൃഷ്ണനും പേരാമ്പ്രയെ പ്രതിനിധീകരിച്ചപ്പോൾ പി മോഹനൻ കുറ്റ്യാടിക്കാരനാണ്. നഗരപ്രദേശത്തു നിന്നൊരു സെക്രട്ടറി എന്ന തീരുമാനത്തിലെത്തിയാൽ നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ A. പ്രദീപ് കുമാറിന് പരിഗണന ലഭിച്ചേക്കാം. ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ M. മെഹബൂബിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. ജില്ലയിൽ നിന്ന് നിലവിൽ എളമരം കരീമും P. സതീദേവിയുമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ളത്. LDF കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ TP രാമകൃഷ്ണനെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.